ഇപ്പോൾ വരുന്ന ബിഗ് ബ്രേക്കിംഗ്. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് പിടികൂടി. തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചത്. എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി. പരിപാടികളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. നീ പറയും എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നോണ്ടിരിക്കണ മക്കളെ, പ്ലീസ്. ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഗവൺമെന്റ് ഇത് വേണമെന്ന് പറയുമ്പോഴേ മൈരെ എന്താ വെച്ച് കാര്യം പറ. അല്ല, ഇത് വേടനെ ഇത് പറയുമ്പോഴേ സ്റ്റേജ് കയറി നീ കള്ളു കുടിച്ചിട്ടില്ലടാ വേടത്തൊക്കെ സ്റ്റേജ് കയറി പറയണെന്ന് പറയും നിങ്ങള്. നീ എന്റെ മുഖത്ത് നോക്കി നുണ പറയാനും തുടങ്ങിയല്ലേ? പെങ്ങളെ വെറുതെ കിട്ടിയപ്പോഴുള്ള സന്ധി കള്ളു കുടിച്ചു. അത് ഒരു സന്തോഷത്തിന്. അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചു തരാം, മാപ്പ് പോരെ. എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി മാധവ. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിച്ചു. എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ്. മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വേടൻ പറഞ്ഞത്. അന്നത്തെ ചോരത്തിളപ്പിന് ആരും ലഹരിക്ക് അടിമപ്പെടരുത്, ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട്. അങ്ങനെ വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇതോ പടച്ചോനെ